ഹലോ ഗൈസ്, മുംബൈ എയർപോർട്ടിൽ നിന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഷാലിമാർ റെസ്റ്റോറൻറ്റിലേക്ക്. മുംബൈയിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ കഴിച്ചത് മട്ടൻ ഹലീമും ആലു പൊറോട്ടയും എഗ് ബുർജിയായിരുന്നു. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് വേറെ വെറൈറ്റി ഫുഡ്സ് ഒന്നും നമുക്ക് കിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹാജി അലി റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടുത്തെ ഒരു ഫേമസ് വിഭവം എന്ന് പറഞ്ഞാൽ പുഡിങ്സ് ആണ്. പല ടൈപ്പ് പുഡിങ്സ്, അതിനകത്ത് മാംഗോ ഉണ്ടാവും, പല പല ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ പല പല വെറൈറ്റി ഓഫ്. നമ്മളവിടുന്ന് കഴിച്ചത് അവിടുത്തെ ഫേമസ് ഐറ്റമായിട്ടുള്ള ബെറി എല്ലാം ഇട്ടിട്ടുള്ളൊരു മിക്സഡ് ആയിട്ടാണ് കഴിച്ചത്. നല്ല ടേസ്റ്റുള്ളൊരു സാധനമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ളത് കൊണ്ട് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ടിക്കറ്റ് കാര്യങ്ങളും എടുക്കാൻ നിന്നിട്ടില്ല. ജസ്റ്റ് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുക, തിരിച്ചു പോരുക എന്നുള്ളതായിരുന്നു പ്ലാൻ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് താജ് ഹോട്ടലിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ താജ് ഹോട്ടൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, കടലിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇത്. അവിടുന്ന് തന്നെ നോക്കിയാൽ നമുക്ക് ഹാജി അലി ദർഗയും കാണാൻ പറ്റും. മഴ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടെ ലോക്കൽ ടാക്സി എടുത്തു, ഒരു സിറ്റി ടൂർ ആയിരുന്നു. അപ്പോൾ അവർ ഷാറുഖ് ഖാൻ്റെ വീട്, അതേമാതിരി അംബാനിയുടെ വീട്, സൽമാൻ ഖാൻ്റെ വീട്, മുംബൈ ബീച്ച് എല്ലാം അവർ തന്നെ കൊണ്ടുപോകും. പിന്നെ അവിടെ നേരെ ഞങ്ങൾ മുംബൈ എയർപോർട്ടിലേക്ക് പോയി. പിന്നെ അവിടെ ഏറ്റവും ചീപ്പസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ലോക്കൽ ടാക്സി എടുക്കുന്നതാണ് ഏറ്റവും ലാഭം. ഊബേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് നല്ല കോസ്റ്റാണ്. നമുക്ക് ചെറിയ സിറ്റി ടൂർ അവർ അത് 150 റുപ്പീസ് നമുക്ക് ചാർജ് ആയിട്ടുള്ളൂ. ഊബേഴ്സൊക്കെ ആകുമ്പോൾ 500 to 1000 ആണ് ഓരോ ട്രിപ്പിനും. പിന്നെ മുംബൈ എയർപോർട്ടിൽ നിന്ന് നേരെ കാലിക്കറ്റിലേക്ക് പോയി.